ബഹുമാനപ്പെട്ട മസ്ഊദ് സഖാഫി ഉസ്താദ് കൂടല്ലൂർ, അല്ലാഹു തആല ഉസ്താദിന്റെ ഖബർ വിശാലാക്കട്ടെ, സ്വർഗീയ ഖബറാക്കട്ടെ. എല്ലാ നാളും ഒരു നാല് പോലും ബുടാണ്ടെ, എല്ലാ നാളും ഞങ്ങളെ പോലെ വാതുക പോയോട്ടിന് ഉസ്താദല്ലേ. ഇന്നലെ ജാവുക പോലും ദൂരെ പോയിട്ട് തമിഴ്നാട്ടില് വാളു ചൊന്നുറൂല, എന്നിട്ടതാ റായത്തില് വന്നിട്ട് ഉറങ്ങിത്തൂല. വീണ്ടും ഞാൻ അതാ ഒരു നോട്ടീസ് നോക്കിയേ. ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങളെ ഷാഫിയുടെ വീട്ടിൽ പോയി അവരുടെ ബാപ്പ അബൂബക്കർ ഉംറ കഴിഞ്ഞ് മക്കത്ത് മരണപ്പെട്ട് അവിടെയാണ് അന്തി ഉറങ്ങുന്നത്. അല്ലാഹുവേ, അദ്ദേഹം ഉൾപ്പെടെ ഈ അടുത്തും ഇതിനു മുമ്പുമായി ഞങ്ങളിൽ നിന്ന് ആരൊക്കെ മരിച്ചിട്ടുണ്ടോ, ഞങ്ങളെ പഞ്ചനെക്കിലയിലെ ഇബ്രാഹിക്കയും സക്കരിയയും അവരുടെയൊക്കെ പിതാവ് ഞങ്ങളുടെയൊക്കെ വലിയ മഹബത്ത് വെച്ചിരുന്ന ആളായിരുന്നു, അവരൊക്കെ മരിച്ചുപോയി. അങ്ങനെ ആരെല്ലാം ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവർ ഈ മഹല്ലിൽ നിന്ന് മരിച്ച് ചോദിച്ച് നല്ല ദിവസം വഫാത്താകും. ഞങ്ങൾ ആ പ്രദേശത്ത് വലിയൊരു ധർമ്മിഷ്ഠൻ ഉണ്ടായിരുന്നു. ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, ഈ സുഹൃതങ്ങളിലൊക്കെ നമ്മൾ ലക്ഷ്യമാക്കേണ്ടത് ദുനിയാവെന്ന് പോകുമ്പോ ഈമാനോടെ മരിച്ചു പോകണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. മരണം എന്നുള്ളത് എപ്പോഴും സംഭവിക്കാൻ, നിങ്ങളെ മുന്നിൽ ഞാനാകാം, എന്റെ മുന്നിൽ നിങ്ങളാകാം, ആരും ആകാം. ഒരു ഗ്യാരണ്ടി ഇല്ലല്ലോ നമുക്ക്. എന്ത് ഗ്യാരണ്ടിയല്ല? ഒരു ഗ്യാരണ്ടി. നമ്മൾ ഓരോ സാധനം വാങ്ങുമ്പോ ചോദിക്കും എത്ര വർഷം ഗ്യാരണ്ടി ഉണ്ടെന്നല്ലേ. ചോദിക്കുന്ന ആൾക്കാരെ ചോദിക്കുമ്പോ രസാണ്. ഈ കാലം ഈ ഗ്യാരണ്ടി കാണാൻ ഇയാൾ ഉണ്ടാവുമെന്ന് അറിയില്ല. ഏതെങ്കിലും വിദേഹത്തുകാർക്ക് സപ്പോർട്ട് ചെയ്ത് ഓനോട് ചിരിച്ച് പാസ്സാക്കി കൊടുക്കരുത്. സുബ്ഹാനല്ലാഹ്, വിദേഹത്തുകാരോടുള്ള സാമീപ്യത്തിൽ നന്നായി ശ്രദ്ധിക്കണം. ഈമാനിനോട് ചേരാത്തതാണ് വിദേഹത്ത്. വിദേഹത്തിൽ നല്ല ടയ്യപ്പാണ്, നല്ല യോജിപ്പാണ്, നല്ല ഒപ്പമാണ്, നല്ല സുഹൃത്താണ്, നല്ല സ്നേഹമാണെങ്കിൽ എത്ര ഹദീസുണ്ട്. മൻ ലഹിക ഇലാ മുബ്തദീൻ, ഒരു മുബ്തദിയിലേക്ക് ഒരാൾ നോക്കി ചിരിച്ചാൽ നസഅ അല്ലാഹു മിൻ ഖൽബിഹി നൂറൽ ഈമാൻ, ഈമാനിന്റെ ഒളിവ്. ജീവിതത്തിൽ പ്രായപൂർത്തിയെത്തിയതിനു ശേഷം ഒരു നിസ്കാരം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഖേദം വന്നിട്ടുണ്ടോ? ഇനി റബ്ബേ നഷ്ടപ്പെടുത്തില്ല എന്ന തീരുമാനമുണ്ടായിട്ടുണ്ടോ? ഇപ്പോഴും അത് പ്രശ്നമാക്കാതെയാണോ മുന്നോട്ട് പോകുന്നത്? എങ്ങനെ പറയും ഞാനൊരു മുസ്ലിമാണ്? എങ്ങനെ പറയും ഞാൻ അല്ലാഹുവിനെ വിശ്വസിക്കുന്നവനാണ്, അല്ലാഹുവിനെ അംഗീകരിക്കുന്നവനാണ്, മുത്തുനബി തങ്ങളെ സ്നേഹിക്കുന്നവനാണ്? പറയാനൊക്കുമോ? മനസ്സ്